LDF സർക്കാരിന് കുറച്ച് നാളായിട്ട് ഈ ഒരു ഇന്ത്യൻ പാക് സംഘർഷം ഉണ്ടായപ്പോൾ മുതൽ AKG സെന്ററിന്റെ ഉദ്ഘാടനവും അതേപോലെ തന്നെ 4ാം വാർഷിക ആഘോഷവും ലെജൻഡിന്റെ ഡോക്യുമെന്ററി പ്രദർശനവും ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ബോധം വന്നത് ഇതെങ്ങനെയാ യുദ്ധം നടന്നത്, എങ്ങനെയാണ് മോദി ഇതിൽ വിജയിച്ചത് എന്നൊക്കെയുള്ള ആശയം. അപ്പം അതിൻ്റെ കൃത്യത ഒന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം മോദിക്ക് കത്തയച്ചിരിക്കുകയാണ് MA ബേബി. കാരണം വ്യക്തമായിട്ട് അറിയണം, ഇത്രയും നമ്മളൊക്കെ ഇവിടെ സാധാ ലോക്കൽ കളികളൊക്കെ കളിച്ച്, പക്ഷെ അവിടെ മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്ത അത് എങ്ങനെയാണെന്ന് ഇവർക്കൊരു സംശയം. ഇനി അടുത്ത പിണറായിക്കോ അല്ലെങ്കിൽ MA ബേബിക്കോ അത്തരത്തിലുള്ള വല്ല യുദ്ധങ്ങൾക്കോ എങ്ങനെയാണ് ഇതിനിടയിൽ അവർ വിമർശിക്കുന്നത്, ട്രംപ് എന്തിനാണ് ഇടപെട്ടത്. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയണം, എന്താണ് അവിടെ നടന്നത് എന്നുള്ളൊരു കൃത്യമായ ധാരണ അവർക്ക് ഇല്ല. അപ്പോൾ അത് അറിയണമെന്നുള്ളൊരു അതിയായ മോഹം. കൃത്യമായ ധാരണയെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ എന്താണ് നിലപാട്, രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കത്തിലൂടെ ഒരു ഭീഷണിയാണ്. അദ്ദേഹം ഇപ്പോൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണല്ലോ. കുറച്ച് നാൾ മുൻപായിരുന്നു ഞങ്ങൾ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നിരീക്ഷിച്ചു വരികയാണ്, അദ്ദേഹം ലോക പ്രസിഡന്റ് ആകാനുള്ള ശ്രമം നടത്തുകയാണ്, പാർട്ടി നിലപാട് പരിശോധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമായിരിക്കും ട്രംപിനെതിരെ നടപടി സ്വീകരിക്കുന്ന എന്ന തരത്തിലുള്ള ഒരു കോമാളി പരിവേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മോദിയോട് പറയുന്നത്, കത്തെഴുതുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പാർലമെന്റ് സമ്മേളനം വിളിച്ചറിയിക്കണം, അല്ലെങ്കിൽ ഇനി അവിടെ ബ്യൂറോ കൂടി ഈ നരേന്ദ്രമോദിക്കെതിരെ നടപടി ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ മോദി എന്തായാലും പാകിസ്ഥാന് മുൻപിൽ ഭയപ്പെട്ടിട്ടില്ല, ഇനി MA ബേബിക്ക് മുമ്പിലും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ സഖാക്കൾക്ക് മുന്നിലും ഭയപ്പെടുമോ എന്നത് നാം കണ്ടിരുന്നു കാണണം. ആ രീതിയിലാണ് എന്തായാലും MA ബേബിയുടെ പ്രസ്താവന. അദ്ദേഹം വന്നതിന് ശേഷം തന്നെ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അദ്ദേഹത്തിന് ആദ്യം വിളിക്കണമല്ലേ, ഈ പാർട്ടിക്ക് എവിടെയാണ് സ്വാധീനമുള്ളത്, നിങ്ങളെ പാർട്ടി ഇത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും പിണറായി വിജയൻ അടക്കമുള്ള സഹാക്കൾ തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ പാർട്ടി എന്തോ വലിയ സംഭവമാണ്. പണ്ട് EMSൻ്റെയും പണ്ട് വർഷങ്ങൾക്ക് മുൻപ് മറ്റു പാർട്ടി സെക്രട്ടറിമാർ ഇരുന്നപ്പോൾ 50-60 സീറ്റ് വാങ്ങിയിരുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ആ പാർട്ടിയുടെ സീറ്റിൻ്റെ എണ്ണം എത്രയാണ്? ആകെ 4. ആകെ ഒരു സീറ്റ് മാത്രമാണ് നട്ടല് നിവർത്തി ജയിച്ചിട്ടുള്ളത്, അത് കേരളത്തിലെ ആലത്തൂരിൽ. ബാക്കി 2 സീറ്റ് ലഭിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. അത് DMKയുടെയും സ്റ്റാലിൻ്റെയും മുട്ടിലെഴുതിയിട്ടാണ് ആ സീറ്റ് ലഭിക്കുന്നത്. പിന്നീട് ലഭിച്ചത് രാജസ്ഥാനിലെ ഒരു സീറ്റും, അതും കോൺഗ്രസിൻ്റെ ദാനം. കോൺഗ്രസിൻ്റെ സഹായം കൊണ്ടാണ് അവിടെയും വിജയിച്ചത്. അവിടെ സഖ്യ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള വോട്ടുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ 4 എംപിമാരിൽ 3 എംപിമാരും ഈ ഗിഫ്റ്റായിട്ട് ലഭിച്ചതാണ്. അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് ലഭിച്ച ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പോലും ഇത്തരം ആവശ്യങ്ങൾ കൂടുതൽ ഉന്നയിക്കാറില്ല. അവർക്കിപ്പോൾ 99 സീറ്റെങ്കിലും ഉണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കൂടെയാണ്. അപ്പോൾ ഖാർഗെയ്ക്ക് പോലും ഇത്രയും രീതിയിൽ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യമില്ല. അതിനിടയ്ക്കാണ് MA ബേബിയുടെ വലിയ രീതിയിലുള്ള ഭീഷണി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തിയിരുന്നു. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് പിന്നാലെയാണ് അവിടെ ആക്രമണങ്ങൾ നടക്കുന്നതെന്ന ഒരു തെറ്റായ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് എല്ലാ കാലത്തും. പണ്ട് ചൈന യുദ്ധത്തിലായാലും എന്ത് സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. അത് തുടരുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി ഈ പ്രാവശ്യം മുഖ്യമന്ത്രി അടക്കമുള്ളവർ, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ഇതിനെല്ലാം പിന്തുണ നൽകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇന്ത്യയോടൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമം ഈ പാർട്ടി നടത്തി. ഇന്ത്യ സഖ്യത്തിലെ ഇപ്പോൾ MA ബേബി ഇത്തരത്തിൽ എഴുതുമ്പോൾ മറ്റൊരു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി തന്നെയാണ് ശരത് പവാർ അല്ലേ ഇന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അങ്ങനെ പാർലമെന്ററി സമ്മേളനത്തിലൊന്നും ഈ സൈനിക തലത്തിലുള്ള കാര്യങ്ങളൊന്നും പുറം ചർച്ച ചെയ്യേണ്ട, അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നുള്ളത്. അതല്ലേ അതിന്റെ മാന്യത? തീർച്ചയായും. NCP എന്ന് പറയുമ്പോൾ പണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു, പിന്നീട് പിളർന്നാണ് സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നത്. അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെന്ന് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനവുമായൊന്നും ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് കോൺഗ്രസ് വലിയ രീതിയിൽ ആ ഉത്തരേന്ത്യ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതായുള്ള പാർട്ടിയിൽ വലിയ ആരോപണം ഉണ്ടായപ്പോഴാണ് പല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ദയനീയമായി പരാജയപ്പെടുന്നത്. അത് മറികടക്കാനാണ് രാഹുൽ ഗാന്ധി പല പണികൾ നടത്തിയിട്ട് പോലും ആ പാർട്ടി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല.
പക്ഷേ അങ്ങനെ പോലും ആശങ്കയില്ലാത്തൊരു പാർട്ടിയാണ് നമ്മുടെ MA ബേബിയിൽ. അതിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇപ്പോൾ ഒരു പാർട്ടിക്ക് വിജയസാധ്യത ഉള്ളിടത്തിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും. ഇപ്പോൾ ഏത് സംസ്ഥാനത്തുണ്ട് ആകെ? കേരളമുണ്ട്. പശ്ചിമ ബംഗാളിൽ പൂർണ്ണമായി തന്നെ പാർട്ടി ഇല്ലാതായിട്ടുണ്ട്. ത്രിപുരയിൽ പാർട്ടി ഇല്ലാതായിട്ടുണ്ട്. പിന്നീട് പല കാലത്തും ഒന്നും വേണ്ട, നരേന്ദ്രമോദി ഇപ്പോൾ ജയിക്കുന്ന വാരണാസിയിൽ പോലും ഒരു കാലത്ത് ഈ CPM-ന് MP ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടെയാണ്. ആ പ്രദേശത്തേക്കെല്ലാം വലിയ രീതിയിൽ BJP ഉൾപ്പെടെയുള്ള ജനതാ പാർട്ടികൾ കടന്നു കയറുകയും CPM വലിയ രീതിയിൽ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ CPM-ന്റെ നിലപാടിനെതിരെയാണ് പ്രതിപക്ഷ പാർട്ടിയിലെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ MA ബേബി മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഈ CPM-ന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും കഴിവുകെട്ട ഒരു പാർട്ടി സെക്രട്ടറിയായി മാറാൻ പോകുന്നത് MA ബേബി ആയിരിക്കും. ഈ യെച്ചൂരി അടക്കമുള്ള രാജ്യസഭയിലെല്ലാം വലിയ കഴിവ് തെളിയിച്ചവരാണ്. രാജ്യസഭയിൽ MP ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സമയത്ത് നോക്കിയാൽ ചിലപ്പോൾ ഈ കോൺഗ്രസിനേക്കാൾ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ BJP-ക്കെതിരെ ആഞ്ഞടിക്കാൻ യെച്ചൂരി അടക്കമുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു പുറത്ത് പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ഈ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഈ ഇടക്കാലത്താണല്ലോ ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ബിപ്ലവ് കുമാർ ദേവ് അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ ഗൂഗിൾ ചെയ്താണ് നോക്കിയതെന്ന്. MA ബേബി കാരണം ത്രിപുരയിൽ പണ്ട് ആ പാർട്ടി ഭരിച്ചു തരുന്നതാണല്ലോ, അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് തന്നെ. അപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇത് ഏതാണ് പുതിയ ജനറൽ സെക്രട്ടറി, ഇദ്ദേഹം ആരാണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥയെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് കേരളത്തിൽ അദ്ദേഹം ആകെ ഒരു തവണ ജയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി. പിന്നീട് കൊല്ലത്ത് വന്നപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാൽ പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ജനകീയമായി സ്വാധീനമില്ല, പാർട്ടിയിൽ സ്വാധീനമില്ലെന്ന് തെളിഞ്ഞത് നാം AKG സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ കണ്ടു. AKG സെന്റർ ഉദ്ഘാടനത്തിന് ദേശീയ ജനറൽ സെക്രട്ടറി നിൽക്കുന്ന ഏറ്റവും പുറകിലാണ് അല്ലേ? ആ ചിത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പിണറായിക്ക് പുറകിൽ ഏറ്റവും പിന്നിലായി നിൽക്കുന്നു. അങ്ങനെ പിണറായിയുടെ കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു വെറും നേതാവായി ഇദ്ദേഹം മാറിയിട്ടുണ്ട്. ഈ MA ബേബി ആയിരിക്കും ചിലപ്പോൾ ഇനി ട്രോളന്മാരെല്ലാം അവർക്കെല്ലാം അവസരം കൊടുക്കാനുള്ള ശ്രമമാണോ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംശയമുണ്ട്. പണ്ട് ഇത്തരത്തിലൊരു നേതാവായിരുന്നു മുഹമ്മദ് റിയാസും പണ്ട് ആമസോണിൽ കാടിൽ തീ പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ കിടന്ന് വലിയ സമരം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു മുഹമ്മദ് റിയാസായി മാറുകയാണ് MA ബേബി. പക്ഷേ ആ MA ബേബി മനസ്സിലാക്കാനുള്ളത് തനിക്ക് കഴിവ് കാണില്ല, പക്ഷെ വലിയ ചരിത്രമുള്ളൊരു പാർട്ടിയാണ് CPM. അതിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ പരിശോധിച്ചാൽ തന്നെ അറിയാം, EMS മുതൽ യെച്ചൂരി വരെയുള്ള വലിയ നേതാക്കളിരുന്ന കസേരയിലാണ് ഈ ട്രോളന്മാരുടെ ഇരയാകുന്ന ഒരു MA ബേബി ഇരിക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ കുറച്ചെങ്കിലും ഇപ്പോഴും ബുദ്ധിജീവികളുള്ള ഒരു പാർട്ടിയാണല്ലോ. അങ്ങനെ പാർട്ടി കാര്യം നോക്കി പോകാനുള്ള ഉപദേശമാണ് ഇദ്ദേഹത്തിന് നൽകാനുള്ളത്. അല്ലാതെ ട്രംപിനെ ഭീഷണിപ്പെടുത്തുക, നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുക, ലോക നേതാക്കളെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഭീഷണിയുമായി പോയാൽ ഇദ്ദേഹത്തിന് പാർട്ടിയെ കേരളത്തിൽ കൂടി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.